ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് സൂര്യയും മാറും കൂടി ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങനെ വരുന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. ഈ ഒരു ചാപ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉസാമി മറുവിനെ പറ്റിയുള്ള സീക്രട്ട് പറയണം. എനിക്കറിയാം മറു ഈസ് എ ഏലിയൻ. അറിയാം. അറിയാം അതങ്ങനെ വഴി ഓക്കെ, അവന് ഏലിയൻ എബിലിറ്റി ഉണ്ട്. അത് കണ്ടായിരുന്നു. ഇപ്പോൾ അമ്മമാർക്കെല്ലാം അറിയാം. ഓക്കെ, സംഭവം ഞാൻ വിളിച്ച് പറഞ്ഞാൽ ഇനി നിങ്ങൾ 3 നാളും കൂടി ജുജുത്സു അതിൻ്റെ മിഷൻ ക്യാരി ചെയ്യണം. സോ ഇത് കേട്ട് നമ്മൾ മറന്നു. ഓക്കെ, ഇനി നിങ്ങളൊപ്പം ഞാൻ വർക്ക് ചെയ്യാൻ വരുമല്ലോ പറഞ്ഞിട്ടൊരു ഹാപ്പിലാണ്. ഓക്കെ, പിന്നെ സീക്രറ്റ് നമ്മുടെ സുറീനത്ത് നമ്മുടെ ഉസാമി പറയണ്ടേ, മറു സുമേറിൻ്റെ റേസ് ആയതുകൊണ്ട് അവൻ്റെ മെയിൻ ഗോൾ എന്താണ്, സുമേറിൻസ് എന്തുകൊണ്ട് ഇവിടേക്ക് വന്നു പറഞ്ഞിട്ട് എന്ന് നീ അവനോട് കോൺവെർസേഷനായിട്ട് ചെറിയ ഇൻഫർമേഷൻ കിട്ടിയാലും എന്നോട് പറയാൻ പറ്റും. ഉസാമി സുറീനെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ പറഞ്ഞിട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഉസാമിൻ്റെ അസിസ്റ്റൻറ്റിനെ ഇവൻ്റെ പുതിയ മിഷനിലേക്ക് വിട്ടാക്കണം. ഈ ഒരു മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാക്കി പറഞ്ഞ ഒരു പയ്യനുണ്ട്. ഇവൻ ഈ 1ാം ക്ലാസ്സിൽ തന്നെ 3-4 കൊല്ലം അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതെല്ലാവരും ഒരു തലവേദനയാണ്. സോ ഈ സ്കൂളിൽ ഇത് ഇവൻ റിപ്പീറ്റായിട്ട് ഇത് വരുന്നത് കണ്ടിട്ട് നമ്മൾ ജുജുത്സു അതിന് ഈ ഒരു മിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മിഷൻ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സുറയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ യൂക്കി ഡൗട്ട് ചോദിക്കുന്നുണ്ട്. സോ ഇവന് ഈ ഒരു ക്യാരക്ടർ, ഹൈറ്റ്, വെയിറ്റ് ഒന്നും മാറ്റില്ല ചോദിക്കുന്നുണ്ട്. ഒന്നും മാറ്റില്ല. സെയിം ഹൈറ്റ്, സെയിം ഏജ്, സെയിം വോയിസ്, ഒരു മാറ്റമില്ല. ഈ 1ാം ക്ലാസ് അതും എന്താ പറയുക. അപ്പോൾ ഏലിയൻ അയക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറുകൊണ്ട് ചോദിക്കുമ്പോൾ അപ്പോൾ അത് റേസ് ഡിപ്പെൻഡ് ആയിട്ടിരിക്കും, ഞങ്ങൾ സുമേറിയൻസിനും മറ്റേ റേസിനും വ്യത്യാസമുണ്ട് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യൂക്ക് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും എത്ര വയസ്സായി? അക്കോർഡിംഗ് ടു എർത്താണ് എൻ്റെ ലാംഗ്വേജ് 19 വയസ്സായി. അപ്പോൾ നമ്മുടെ യൂക്ക 16, സുരകി 17. സോ 2 വയസ്സ് മൂത്താണ്. പക്ഷേ ഇപ്പം കാട്ടി 2 വയസ്സ് മെൻ്റലി താഴെയാണ്. ഓക്കെ, എനിവേ മറ്റേ എന്താണ്, അപ്പോൾ ഇത് എന്താണ് ബാക്കിയുള്ള പിന്നെ പാരൻസായിട്ട് ഡീൽ ചെയ്തില്ലേ ചോദിച്ചിട്ടുണ്ട്. സോ പാരൻസിൻ്റെ അവിടെയാണ് മെയിൻ പ്രശ്നം വരുന്നത്. ഇവൻ്റെ പാരൻസിനെ കോൺടാക്ട് ചെയ്തു, ഇവൻ്റെ ടീച്ചേഴ്സും സ്കൂളും. പക്ഷെ അവരിൽ നിന്ന് ഒറ്റ റെസ്പോൺസാണ്. മസാക്കിൻ്റെ പാരൻസ് ആണോ? അതെ. മറ്റെന്താണ് മസാക്കിൻ്റെ പാരൻസാണ്. പിന്നെ ചോദിക്കുമ്പോൾ റിപ്പീറ്റായി ചോദിക്കുമ്പോൾ അവൻ മസാക്കി എന്താ പറയുക, മസാക്കി എൻ്റെ ചൈൽഡാണ്. ആസ് മസാക്കി മെയ്ഡ് 100 ഫ്രണ്ട്സ്, 100 ഫ്രണ്ട്സ് ഉണ്ടാക്കി പറഞ്ഞിട്ടാണ് ഇവർക്ക് ആകെ കിട്ടുന്ന റിപ്ലൈ. സോ അത്രയും ഡൗട്ടായിട്ടാണ് ഇവർ ജുജുത്സു അതിന് കൊടുത്തത്. അതായത് പിന്നെ ഇവിടെ കാണാൻ വരുന്ന ഒരു പ്രശ്നം പറഞ്ഞാൽ ഇവൻ സ്കൂൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ഗ്രേഡ് അങ്ങനെ മാറുന്നില്ല. ഇവൻ്റെ നെയിമും സെയിമാണ്, അഡ്രസ്സും സെയിമാണ്. പക്ഷേ എന്താ പറയുക, ഇവൻ്റെ പേര് മാത്രമായിരിക്കും ചേഞ്ച് ആയിട്ട് വരുന്നതായിട്ട് പറയുന്നുണ്ട്. സോ ഇവരെന്താ പറയുക, ഒരു ടീം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ടീം ഇവനെയും ഇവനെ ഫോളോ ചെയ്യും, ഈ കുട്ടീനെയും ഫോളോ ചെയ്യാൻ, മറു ടീം ഇവൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ യൂക്കിയും എന്താ ഉസാമിൻ്റെ അസിസ്റ്റൻറ്റും കൂടി ആ ഒരു ലാൻഡ് ലോഡ് അവൻ്റെ ഒരു വീട്ടിലെ അഡ്രസ്സൊക്കെയും മറുവും മറ്റേ നമ്മൾ സുരയും കൂടി ഈ ചെക്കനെ പിടിക്കാൻ വേണ്ടി പോവാണ്. സോ ഈ ഒരു സ്കൂളിൽ ഫ്രണ്ട്ലിയായതുകൊണ്ട് ഇവർക്ക് ആദ്യം ഇവൻ്റെ കേസ് ടെക്നിക്കും ഒന്നും കാണിക്കാൻ പറ്റില്ല, സിവിലിയൻസ് ഉള്ളതുകൊണ്ട്. സോ ചെക്കനെ കണ്ടുപിടിച്ചു. അപ്പം സുരേ നീ അല്ലടാ, ഒരു പേടി സ്കെയർ ഫേസ് ചെക്കനെ പേടിപ്പിക്കും, നീ അല്ലടാ മസാക്കി പറഞ്ഞിട്ട്. ഇവൻ കണ്ടിട്ട് മര്യാദ ചോദിക്കും, മോനെ ഒരു നിമിഷം കിട്ടുമോ പറഞ്ഞിട്ട് ചോദിക്കണ്. ചെക്കൻ പേടിച്ചിട്ട് ഓടുകയാണ്. സോ രണ്ടും കൂടി ഇപ്പോൾ അതിനെ ഓടിപ്പിടിക്കാൻ പോകണം. അപ്പോഴായിരിക്കും ഇവൻ്റെ ഒരു ഫ്രണ്ടിലായിട്ട് ഒരു ഷിഗിഗാമി ഫോം ചെയ്യുന്നത്. അത് പറഞ്ഞാൽ ഒരു തയ്യൽക്കാരൻ പോലും മറ്റേ നൂലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു തയ്യൽക്കാരൻ്റെ ആ സൈപ്പുള്ള ഷിഗിഗാമി. സോ ഇവർക്ക് പവേഴ്സും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ എന്ത് ചെയ്യും പറഞ്ഞിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുന്ന ടൈമിലേക്ക് ആ കുട്ടി ഐ എം സോറി പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇവർക്ക് ഇവിടെ എന്താ സംഭവിച്ചെന്ന് ഒരു തേങ്ങയും മനസ്സിലായില്ല. എന്നിട്ട് ഇവൻ ഈ സ്റ്റോറി ഫ്ലാഷ് ബാക്ക് പറയും. അതായത് ഏകദേശം ഒരു 3 വർഷം മുമ്പാണ് ഇവൻ അമ്മ എന്താ പറയുക നിലത്ത് വീണ് ഫ്ലോറിൽ വീണിട്ട് എന്താ പറയുക മയങ്ങി വീണുണ്ടാവുക. ഇവൻ പറയുന്ന സ്റ്റോറി ഇങ്ങനെയാണ്. അതായത് 3 വർഷം മുമ്പ് അമ്മ നിലത്ത് വീണ് മയങ്ങി വീണപ്പോൾ ഇവൻ പറയാണ്, എന്നെ ഇനി 2nd ഗ്രേഡിലേക്ക് വിടുന്നത്, 2ാം ക്ലാസ് വിട്ടേക്കണ്ട, ഞാൻ ഈ 1ാം ക്ലാസ്സിൽ നിന്ന് തുടരാൻ പറയേണ്ട അമ്മനോട് കീണ് അപേക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ഈ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത് പറയുന്നത്. ഈ ഒരു 1ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നു പറഞ്ഞത്. ഇത് നമ്മളെ മറു വിശ്വസിക്കുന്നുണ്ട്. ബട്ട് അപ്പം ഇനി അതുകൊണ്ടാണല്ലോ ഇപ്പോഴും 1ാം ക്ലാസ്സിൽ ഇരിക്കാണ്ട് ഇവൻ നമ്മൾ മറു കൺവിൻസ് ആയി. ബട്ട് നമ്മൾ സുരി എന്താ പറയുക കൺവിൻസ് ആവണില്ല. ബട്ട് നമ്മുടെ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ഉസാമിൻ്റെ അസിസ്റ്റൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് മിക്കവാറും ഒരു സോസറിൻ്റെ പരിപാടിയായിരിക്കും വേണ്ടി പറയുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ ഇവൻ ഓക്കെയാണ്. ബട്ട് എന്നാലും ഈ 1ാം ക്ലാസ് ഒന്നും മനസ്സിലാവില്ല. സോ ഇവൻ ഫർദർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുമ്പോൾ എന്താ പറയുക നമ്മുടെ മറു എന്തിനാണ് അതൊക്കെ ചോദിക്കുന്നത് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നിൻ്റെ ശരിക്കത്തെ പേരെന്താ പറഞ്ഞത് സുരി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയണം മസയോഷി. എന്നാൽ മോനെ മസയോഷി, ഇനി എന്നാൽ മോനെ നിൻ്റെ വീട്ടിലേക്കൊന്ന് ഞങ്ങളെ എത്തിക്കാവോ, എനിക്കൊരു കാര്യം അവിടെ കൺഫേം ചെയ്യാണ്ട് പറഞ്ഞിട്ട് പറയണ്ടേ.
എന്നാൽ ഈ ഒരു സൈഡ് പാനൽ നോക്കുകയാണെങ്കിൽ നമ്മളെ യൂക്കിയും ഉസാമിൻ്റെ അസിസ്റ്റൻറ്റും ആ ഒരു സ്ഥലത്തെത്തി. ഈ പറഞ്ഞ അഡ്രസ്സ് മഷേഷിൻ്റെ അഡ്രസ്സ് എത്തി. സോ ഇതാണ് അഡ്രസ്സ്. സോ ഇവൾക്ക് ആ ഒരു ഗാർഡൻ കണ്ടപ്പോൾ തന്നെ ഒരു ഡൗട്ട് അടിച്ചു. സോ അവരെന്നാലും എത്താൻ കുറച്ച് ടൈമാവും. നമുക്കിപ്പോൾ തന്നെ ഗാർഡൻ കുഴിച്ച് നോക്കിയാലോ കൊണ്ട് പറയണ്ടേ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ടാളിപ്പം നെട്ടിയിരിക്കുകയാണ്. നമ്മൾ യൂക്കിയും അതുപോലെ തന്നെ സുരയും. അതായത് ഇപ്പോൾ ഇവർ ഒരു പാർക്കിലാണ് ഉള്ളത്. സോ ഈ ഒരു പാർക്കിൽ എന്താ പറയുക ഒരു സ്കള്ള് കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഇവൻ്റെ മദറിനെയാണ് കൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇത് മോൻ തന്നെയാണ് കുഴിച്ചിട്ട് പറഞ്ഞ് നമ്മളെ ഈ മാറി ചോദിക്കേണ്ടത്. അത് കണ്ടിട്ട് പറയണ്ടേ. സോ ഭയങ്കര പ്രോബ്ലം ആയിക്കല്ലോ. ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടി നോക്കണം മാറും. അപ്പോൾ ആ പയ്യൻ ചോദിക്കണത് ഞാൻ ഈ ചെയ്ത കാര്യത്തിന് ഞാൻ ജയിലിൽ പോകുക ചോദിക്കണ്ടേ. ഇല്ല, നിൻ്റെ ഏജിനനുസരിച്ച് എനിക്കൊരു കേഴ്സ് എനർജി കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടും നിന്നെ കോസൻ നോക്കിക്കോളും എന്നിട്ട് പറയണ്ടേ. സോ ഈ കോസൻ ആരാണ്, പിന്നെ എനിക്ക് തിരിച്ച് ഇതെല്ലാം കാണാൻ സാധിക്കുമോ പറഞ്ഞിട്ട് ഇവിടേക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ എന്നിട്ട് പറയണ്ടേ. സോ അവർക്കൊന്നും പറയാനൊന്നുമില്ല. സോ അപ്പം നമ്മൾ പറയുക, എനിക്കറിയാം ഇത് ഈസി സിറ്റുവേഷൻ അല്ല, ടഫായിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് എനിക്കും സ്വന്തമായിട്ട് ആരുമില്ല. സോ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് നിന്ന് വന്നതാണ്, എന്നിട്ട് ഇവിടെ അഭയം പ്രാപിച്ചാണ്. സോ വൈ നോട്ട് വി ബിക്കംസ് നൈബേഴ്സ്. അപ്പോൾ നൈബേഴ്സ് എന്താ പറയുക അവൻ ചോദിക്കേണ്ടത്. നൈബേഴ്സ് പറയുമ്പോൾ കാണുന്നില്ല, നമ്മൾ നൈബേഴ്സാണ്. ഞാൻ നൈബേഴ്സാണ്, നീ നൈബേഴ്സ്, ഇത് ഞാൻ ചാണകം നീ ചാണകം എന്ന് പറഞ്ഞ പോലെ എന്ത് നമുക്ക് ഫണ്ണായിരിക്കാറുണ്ട് പറയണേ. സോ നമ്മൾ മറു എന്ന് പറയുക ഇവനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ആദ്യമായിട്ടുള്ള ഫൺ ഓഫ് മിറാക്കിളാണ് നമ്മൾ സുരുക്കി ചിരിച്ചാൽ. ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ ഇവനെ വിളിക്കുകയാണ്. എടാ നാരിച്ചേട്ടൻ, നീ എവിടെയാടാ ചേട്ടാ പറഞ്ഞിട്ട്. നീ എന്താ എവിടെയാണെന്ന് ചോദിക്കുന്നത്. ഞാൻ മസാക്കിൻ്റെ ആ ഒരു അഡ്രസ്സിലുള്ള വീട്ടിലാണ് വേണ്ടോ, മസാക്കിൻ്റെ വീട്ടിലാണെന്ന് വേണ്ടി പറയണ്ടേ. അതെങ്ങനെ ശരിയാവും, ഞാൻ മസാക്കിൻ്റെ വീട്ടിലാണല്ലോ. പിന്നെ സംഭവം അവൻ എന്തൊക്കെ പറഞ്ഞാൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലരുത്. ചെക്കൻ അത്ര വെടുപ്പല്ല. അവർ ആ ഗാർഡൻ കുഴിതുകൊണ്ട് ഇപ്പം 5 ബോഡി കിട്ടിയിട്ടുണ്ട്, ഇനിയും കൂടുതൽ കിട്ടും. സോ അവനെ സൂക്ഷിക്കണം വേണ്ട. അവൻ പറയുന്നത് ഇപ്പം എല്ലാം കള്ളോന്ന് കൊണ്ട് പറയുന്നുണ്ട്. സോ അവനെ കണ്ടുപിടിച്ച് അധികം അടുത്ത് ചെന്നാലും പോണ്ട, ചോദ്യം ചോദിക്കാൻ പോണ്ട. ഓക്കെ, ഇവിടെ ചോദ്യം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. സോ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് നമ്മൾ മറുനും അവിടെ ബോധം കെട്ടിട്ട് ചെക്കൻ ഫ്രണ്ടിൽ നിൽക്കുന്നു. സോ നിനക്ക് കൂട്ടുകാരുണ്ട് ഇല്ലേ? ഇപ്പം എന്താ മോനെ തുടങ്ങല്ലേ പറഞ്ഞിട്ട് അവൻ്റെ ഫേസ് ഇങ്ങനെ കീറിക്കുകയാണ്. അത് വേറൊരു സോസറാണ് ആ ഒരു കുട്ടീൻ്റെ ഫേസിൽ. സോ ഇതിങ്ങനെ കാണിച്ചിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. സോ അടുത്തൊരു ചാപ്റ്ററായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോഴേക്കും നന്ദി, നമസ്കാരം. ലൈക്ക്, ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്.